മക്കളെ ചുരം ഇറങ്ങിയിട്ടൊരു കല്യാണം, അതും കൊടുവള്ളി കല്യാണം. പോകുന്നതോ നമ്മളെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന്. അളിയൻ്റെ ചങ്ങായിയാണ്, പക്ഷെ നമ്മളെ കൂട്ടുകാരനായിട്ടാണ് പിന്നെ അളിയനായത്. അപ്പൊ പിന്നെന്താ പറയാ, ചുരം ഇറങ്ങുമ്പോൾ തന്നെ വലിയ മരം ലോറിയൊക്കെ മുന്നിൽ. ബസ്സിലാണ് KSRTC പൊളി. കൊടുവള്ളി എത്തി കിട്ടിയാൽ മതി. നമ്മളെ കല്യാണപ്പുറക്ക് എത്തിയ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കല്യാണപ്പുറക്ക് ബി അടിക്കുക, അതാണ് ലക്ഷ്യം. പടച്ചോനെ, ഇവിടെ ആരെയും കാണുന്നുമില്ലേ? എല്ലാവരും എവിടെ പോയി? മോനെ ചെയ്യാതെ എല്ലാവരും എവിടെ പോയി? അപ്പം പറയുന്നത് എല്ലാവരും വിട്ടേന്ന്. എങ്ങോട്ട്? ഓഡിറ്റോറിയം. അപ്പം നേരെ റൈസിനെ വിളിച്ചു വരുത്തി. റൈസിൻ്റെ വിഷയം വന്ന്. റൈസ് നമ്മളെ കൂട്ടുകാരനാണ്, നൗഷ്യ നമ്മളെ കുടുംബക്കാരനാണ്. ഓനുണ്ടായിരുന്നു. അപ്പോൾ ഓനെയും കൂട്ടി നേരെ ഓനെ വണ്ടി എടുത്ത് നേരെ ഓല അവിടത്തേക്കിനും അവിടെ നിന്ന് തിരിച്ചു വന്നതാണ്. നേരെ വണ്ടി എടുത്ത് വിട്ട് അതാ പോകുന്നത്. സംഗതി അടുത്തി നമ്മളെ. അപ്പോൾ നോക്കുമ്പോൾ റിസോർട്ടാണ്, ഓഡിറ്റോറിയം അല്ല. അപ്പം മനസ്സിൽ മൊത്തത്തിലൊരു ലഡ് പൊട്ടിക്കും. സംഗതി മൊത്തം അടിപൊളിയായിരിക്കുമല്ലോ. അവിടുന്ന് നേരെ ഉള്ളിൽ കയറാൻ ലക്ഷ്യം. നോക്കും ഫുൾ ലൈറ്റിങ്, എല്ലാം അടിപൊളിയാണ്. ഞാൻ സംഗതി നോക്കുമ്പോൾ ഹോട്ടലാണോ നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള ഡേ. അപ്പോൾ ചെക്കൻ്റെ അടുത്ത് പോവാം. ചെക്കൻ്റെ അടുത്താകുമ്പോൾ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പോൾ അത് ചെറുങ്ങനെ കേട്ടാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും മുട്ടുപാട്ടുകാരാണ്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടുതരാം. അല്ലാണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടിനെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാം. എന്താ സ്ഥിതി ഒന്നും നോക്കണമല്ലോ. റിസോർട്ടിലേക്കല്ലേ. ഞാനെന്താക്കി മൊത്തം ഒന്ന് കറങ്ങി അയലയിലേക്ക് കടന്ന്. റിയാസിൻ്റെ ആയിരുന്നു ഫോണിൽ കളിക്കുന്നത്. റിയാസൊക്കെ നമ്മളെ കമ്പനിക്കാരാണ് കേട്ടോ, കൊടുവള്ളിയിലെ. കൊടുവള്ളി അങ്ങനെ ഒരുപാട് കമ്പനിക്കാരുണ്ട്. എന്താ പറയുക, കാരണവൻ്റെ മക്കളും ഉപ്പാൻ്റെ അനിയനും എല്ലാവരും അവിടെ അല്ലേനോ ഉള്ള ഒരു കമ്പനി. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല കൂട്ടായിരുന്നു. ഞാൻ അവിടുന്ന് അങ്ങോട്ടൊക്കെ പോക്കുള്ള സമയത്ത് ഇപ്പോൾ നല്ല പെണ്ണിട്ടുന്നതിൻ്റെ പിന്നെ അത് നല്ലൊരു ലൈഫല്ലേ. അതൊക്കെ പോട്ടെ, അത് പറഞ്ഞിട്ട് ഇനി ഇത് കൊളാക്കാൻ നിൽക്കുന്നില്ല. സംഗതി അങ്ങനെ പോയി അവിടെയൊക്കെ കാണിച്ച് ഞാൻ സംഗതി എന്താ കാണുന്നത് അറിയോ, അവിടെ വെള്ളമൊക്കെ എടുക്കുന്ന കാണുന്നുണ്ട്. അതാ നോക്കുന്നത്. എന്നെ എന്താ ചായ പിടിക്കാൻ വിട്ടപ്പോൾ അതാ മക്കളെ ചായ ഏത് തരം പേര് അറിയില്ല, ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അവനോട് ഉള്ളത് എന്താക്കി, അവനോട് വാങ്ങാലോ നമുക്ക്. എന്തൊക്കെയോ സാധനമുണ്ട്. എല്ലാം കുടിച്ചിട്ട് ഓരോ ഗ്ലാസ് എല്ലാം കുടിച്ച്. അതിനൊന്നും ഒരു മടിയും കാണിച്ചിട്ടില്ല. എല്ലാവരും ഉഷാറായിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞു പോകുന്നതാണ്, എന്ത് പറഞ്ഞിട്ടോ പോകുന്നുമില്ല. മക്കള് തുള്ളിച്ചാടി കളിക്കുന്ന വേറെ സ്ഥലങ്ങളുണ്ട്. മൊത്തത്തിലൊരു വ്യൂ നോക്കി കാണുന്നത് നിങ്ങളെ. എല്ലാവരും വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ബഫേ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഡൈനിങ് ആയിട്ട് ഇരുന്നിട്ട് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അതും സെറ്റാക്കി വെച്ചിട്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നാനോ കാണുന്നത്, അതൊരു കാലിന് സുഖമില്ലാത്ത ആൾ നാനോ ഓടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഷെമി ഇരിക്കുന്നത്, നൗഷ്യ ഇരിക്കുന്നത്. ഷെമീൻ്റെ കുഞ്ഞനാണ്. ഇതാണ് പെണ്ണിട്ട് ഞാനൊന്നും കുട്ടികളൊന്നും കൂട്ടാണ്ട് പോയത്. പെണ്ണുങ്ങളെ കൂട്ടാണ്ട് പോകാനുള്ള മെയിൻ കാരണം എന്താ പറയുക, പെണ്ണുങ്ങളെ നമ്മളെ ഏൽപ്പിച്ചാളൂ. പിന്നെ അതിനൊക്കെ ഉണ്ടല്ലോ ഓലെ കുഞ്ഞനെയും എടുത്ത് ഇങ്ങനെ നടക്കണ്ടേ നമ്മൾ. എന്താ പറയുക, ഓല് നൈസായിട്ട് നമ്മളെ തന്നാളും. ഇതെല്ലാം നിങ്ങൾക്കും അറിയാം. കല്യാണത്തിന് എന്തിനും കൂട്ടിയിട്ട് പോയാൽ പോലും എല്ലാം നമ്മളെ ചമ്പിക്കുന്നു. വടച്ചോറ് ജിലേബി കാക്ക. നേരത്തെ ഞാൻ വീഡിയോ എടുത്ത് വെച്ച കാക്കാൻ്റെ. കാക്കനോട് പറഞ്ഞ് കറക്കുമ്പോൾ എടുക്കുക, അപ്പം രസം ഉണ്ടാകുകയാണ് കാണാൻ. നല്ല രസമുണ്ട്. മൂപ്പര് മൊത്തത്തിൽ ഓരോ ജിലേബി ഇങ്ങനെ കറക്കി ഇടുന്നതിന് തിന്നാനായാലും അടിപൊളിയായിട്ട്. നേരത്തെ ചായ കുടിച്ചപ്പോഴേ ഞാൻ ജിലേബി എടുത്തേക്ക് വീഡിയോ കാണിച്ചു തരാണ്ടെന്ന്. എന്താ അറിയോ, വെറുതെ നിങ്ങളെ അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഇത് എന്താണെന്നായിരിക്കാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ അടിപൊളി അല്ലേ. ഇത് കാണാനുള്ള ഓണപ്പൂക്കളം ഇടുന്ന മാതിരി ഇല്ലേ. അതൊക്കെ നല്ല ഫെസ്റ്റിലാട്ടോ. ഞാൻ നല്ല പൊക്കി പിടിച്ചു. ഞാൻ വലിയ യൂട്യൂബറാണ്, നിങ്ങളെ പൊക്കി തരാമെന്ന് തന്നെ. അക്കാരുടെ പേരൊക്കെ ചോദിച്ചിരിക്കാനും മറന്നുപോയി.
റൈസ് ഇതൊക്കെ സാറിനൊക്കെ വിളിച്ചിട്ട് ജ്യൂസൊക്കെ കൊണ്ടു തരുന്നു. ഞാൻ വിളിച്ച് മോനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് അടുത്ത നല്ല കൊണ്ടുതരാം, നല്ല വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ എടുത്തിട്ട് വന്നെയാണ് ഫുള്ളായിട്ട്. സാറിനൊക്കെ വിളിച്ചു തന്നെ. റിയാസ് 5ാമത്തേറ്റാണ് കുടിക്കുന്നത്. ഓൻ്റെ വിചാരം ഞാൻ മെയിൻ യൂട്യൂബറാണ് എന്നാ. ഞാൻ പറഞ്ഞു ഭയങ്കരമാണ് സംഗതി. പിന്നെ നേരെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്താ പെങ്ങന്മാരും മക്കളും എല്ലാവരും കൂടി കളിക്കുന്നുണ്ട്. പിന്നെ അതാ കൊട്ടുപാട്ട്. അപ്പാണ് സ്റ്റേജ് മുല്ലതാ നജീബും നജീബിൻ്റെ പെങ്ങളെ കൂട്ടുകാരിയും എന്തൊക്കെയോ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി ഉണ്ട്. അതാണ് ഫിറ്റ്. ചെറിയവനാണ് നല്ല ഡാൻസ് കളിയുന്നു. പക്ഷെ ഞാൻ വീട് എടുത്ത് വെച്ചപ്പോൾ ചെക്കനടുത്ത് നിർത്തി കളഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പാട്ട് കേൾക്കുന്നിടത്തുണ്ട്. അതാ നോക്കുമ്പോൾ അതാ നജീബിൻ്റെ വൈഫിൻ്റെ കുടുംബക്കാർ കോഴിക്കോട് ജില്ലയിലൊക്കെ അങ്ങനെ വരും പോലും കേട്ടോ. പിന്നെ ഇവൻ്റെ നൈറ്റ് പരിപാടിയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും വന്നേക്കെ. അമ്മോശനും കാരണവന്മാരും എല്ലാവരും ഉണ്ട്, കളിയന്മാരൊക്കെ ഉണ്ട് തോന്നുന്നു. ഞാൻ പിന്നെ കൂടുതലൊക്കെ ചോദിക്കാൻ പറ്റൂലല്ലോ നമുക്ക്. പരിപാടി കുറച്ചും കൂടി ഉഷാറായിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സിംഗിളായിട്ടൊന്നും നടന്നില്ല. പിന്നെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കൽ. അപ്പോൾ അല്ല ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തെ പതുങ്ങി കയറിയിരിക്കുന്ന പെങ്ങളെ അളിയനും എല്ലാവരും ഉണ്ട്. അത് പെങ്ങളെ നാത്തൂനെ വിലക്കുണ്ട് ഉള്ളിൽ ഒല അടി തൊട്ടങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പുറത്ത് ഉള്ളിൽ കയറണമല്ലോ, പിന്നെ നമുക്ക് രക്ഷയില്ലല്ലോ. അപ്പോൾ ഓല് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ കുഞ്ഞോനതാ വീഡിയോ എടുത്തിട്ട് വരുന്നതെന്ന് അറിയാം. അപ്പോൾ തോട്ടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പെങ്ങൾ മുഖത്ത് നോക്കുന്നില്ല കണ്ടാ, മൈൻഡാക്കുന്നില്ല അവളെ. പക്ഷെ കുട്ടികളെ കടിമല്ല, അത് ഓളെ നാത്തൂൻ്റെ മക്കളാട്ടോ. ഉമ്മ അതാ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അളിയനാണതാ ഇപ്പോഴെന്ന് കോരി ഇരുന്ന് ഈ സൈഡിൽ ഇരുന്നിട്ട്. ഇത് അളിയൻ്റെ അളിയൻ. അപ്പോൾ ഫാമിലിയൊക്കെ നമുക്ക് എന്തായാലും പിന്നെ പരിചയപ്പെടാമല്ലോ. അത് ഓരോ ദിവസം ഓരോ പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങ് പരിചയപ്പെട്ടോളൂ, അത് നമുക്കറിയാം. പിന്നെ നമ്മളെ വയ്യാണല്ലോ ബെഞ്ചും കസേര നോക്കും. നോക്കുമ്പോൾ ആ റിസോർട്ടിൻ്റെ ഫുഡ് കോർട്ട് നല്ല അടിപൊളി ഇൻറ്റീരിയർ കേട്ടോ. നമ്മളെ വയ്യം വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പുന്നതിന് മുന്നേ ചാടിയിരുന്ന് റൈസ് അല്ലേ നേരത്തെ പറഞ്ഞേ ഓരോരുത്തർ പെണ്ണുങ്ങളെയും കൂട്ടി പോയ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. റൈസിൻ്റെ കുഞ്ഞ് ഇടങ്ങാറല്ല, പക്ഷെ സ്വന്തമായിട്ട് പോകുമ്പോൾ ഒരു ഇടങ്ങാറില്ലാണ്ട് നിൽക്കുമല്ലോ. എന്തൊക്കെയാ ഫുഡ് ഉള്ളതെന്ന് ചോദിച്ചാൽ മന്തിയുണ്ട്, നെയ്ച്ചോറുണ്ട്, നെയ്പ്പത്തിലുണ്ട്, വെള്ളപ്പുണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ ഇതൊരു ഫിഷ് കറി ഉണ്ട്. എന്ത് ഫിഷാണ്, പപ്പൻസാണ്. പിന്നെ സലാഡ് പിന്നെ ഒന്നും പറയണ്ടല്ലോ. പിന്നെ വേറെ 2 ടിക്കൻ അതന്നെ അത് 3 മോഡലുണ്ട്. മന്തി റൈസ് പറയാൻ പറ്റുമോ? എന്തേലും പടച്ചോനതിൻ്റെ പേര് പറഞ്ഞല്ലോ, എന്താ പിന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുമ്പിലുണ്ട് പേര്. അപ്പം ബാക്കിൽ ഇൻറ്റീരിയൽ എടുക്കാനാട്ടോ നമ്മളെ റൈസിൻ്റെ ചങ്ങായി പറഞ്ഞ്. അവൻ്റെ പേരും എന്നോട് മറന്നുപോയി. ഇത് നൗഷി, ഇത് റൈസ്, വൈറ്റ് ഷർട്ട് ഇട്ട റൈസ്. പിന്നെ അടുത്ത പരിപാടി ഇതാണ്. അപ്പോൾ നമ്മളെ റസാഖിനെ പോലത്തെ ചങ്ങായാണ്. ചായൻ്റെ പേരൊന്നും പറയുന്നില്ല, അതിവിടെ കുറേ ഫുഡ് ബ്ലോഗർമാർ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ചെക്കന്മാരിതാ കളിക്കുന്നത്
ചെറിയ മക്കളാ. ഇതിൻ്റെ പേരെന്താ ചോദിച്ചിട്ടില്ല, ഓരോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവർ കളിക്കുന്ന നമ്മളിതൊക്കെ ഓല് നമ്മളെ ക്യാമറേൻ്റെ പേരൊക്കെ ചെക്കന്മാർ ചോദിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നിരുന്നു ഞങ്ങൾ. അവിടെ നല്ല സ്പേസ് ബഫേ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ കഴിക്കാനൊന്നുമില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നുമില്ല. ഒരിടത്തേക്കൊന്ന് പോയി വീഡിയോ എടുത്തിനായിരുന്നു. അപ്പോൾ അവർ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഉൾപ്പെടുത്താണ്ടിരുന്നത്. അതിൽ ഓരോന്നോരോന്ന് കാണിച്ചു തരാൻ ഉണ്ടായിരുന്നു. വലിയ ആർഭാടുള്ളൊരു കല്യാണമൊന്നുമില്ല. ഇതൊക്കെ ഓടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഗ്രൗണ്ടാണ്. അവിടെ പോലെ എന്താക്കിയതാണ് തെറ്റാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മക്കളെ കലാപരിപാടി. അതിന് പിന്നെ നമ്മൾ ഷോറൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇത് അളിയൻ്റെ ടീംസാണ് കേട്ടോ. അളിയൻ്റെ ടീംസിൽ ഇനി 2-3 ആൾക്കാരെ എടുക്കാനായിട്ട് കല്യാണം കഴിക്കാനുള്ളൂ. മക്കളൊക്കെ അവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ മക്കളെ റേസിൻ്റെ ഏട്ടൻ്റെ മോളാണ്. ഫുൾ ഡാൻസ്, ഫുൾ വൈബ് ഡാൻസ് തന്നെയാണ് ഫുള്ള്. പിന്നെ അവൻ്റെ പെങ്ങന്മാരും എല്ലാവരും കൂടിയുള്ള ഡാൻസ്, നല്ല കുട്ടികളും. പിന്നെ നമ്മൾ കുറച്ച് നേരം കണ്ട് നിന്ന് നമ്മളെന്താ സ്കൂട്ടടിക്കാനുള്ള പരിപാടി നോക്കാം. ശരി, അടുത്ത കല്യാണത്തിനിടയിൽ പോവുകയാണെങ്കിൽ ഫുഡിൻ്റെ വലിയ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ് പറ്റിയത്. അടുത്ത പ്രാവശ്യം എന്തായാലും എടുക്കണം. അടുത്ത നമ്മളെ അമ്മാൻ്റെ ആങ്ങളുടെ മോൻ്റെ ഒരു കല്യാണമുണ്ട്. അതെവിടെ വെച്ചാൽ നാദാപുരത്താണ്. നാദാപുരം കല്യാണമൊക്കെ വേറെ ലെവലാണല്ലോ. അപ്പം അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ